ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേലേഴ്സ് ഫോർമുലയാണ്. ഒരു ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒരു പർട്ടിക്കുലർ റീജിയണിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ റീജിയനെ ബേസ് ചെയ്തിട്ട് ആ റീജിയണിൽ ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഒരു സീരീസ് എക്സ്പാൻഷൻ എഴുതാം. അതാണ് ടേലേഴ്സ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ 1 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 വേരിയബിൾ ഫംഗ്ഷനും 3 വേരിയബിൾ ഫംഗ്ഷൻസിനും ടേലേഴ്സ് ഫോർമുല ഉപയോഗിച്ചുള്ള എക്സ്പാൻഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണ്. പക്ഷെ ആ ഫോർമുല കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഈ ചെറിയ ബോർഡിൽ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മൊത്തം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിജിറ്റൽ ബോർഡിലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: ആദ്യം ആ ഫോർമുല കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ലീനിയറൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈന്റെയും വേരിയബിൾസിന്റെ പവേഴ്സ് 1 വരുന്ന വരെയുള്ള ടേംസ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഫസ്റ്റ് 3 ടേംസ് വരും, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്ന ടേംസ് വരെ വരും. പിന്നെ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ ഉണ്ടായത് ഒരു ഫംഗ്ഷന് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്നത് വരെ വരും ടേലേഴ്സ് എക്സ്പാൻഷനിൽ. അല്ലെങ്കിൽ ഫസ്റ്റ് 4 ടേംസ് നമ്മൾ പറയും എക്സിന്റെയും വൈന്റെയും, അതായത് വേരിയബിൾസിന്റെ പവേഴ്സ് 2 വരുന്ന വരെയുള്ള ടേംസ് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ ക്യൂബിക് അപ്രോക്സിമേഷൻ ഉണ്ട്, അതായത് ക്യൂബിക് പോളിനോമിയൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കേസുകളൊക്കെ നിങ്ങൾ ആദ്യം എഴുതി നോക്കുക, ആദ്യം ഫോർമുല മനസ്സിലാക്കുക. എന്നിട്ട് ഈ പറഞ്ഞ ലീനിയറൈസേഷന്റെയും ക്യൂബിക് പോളിനോമിയൽ അപ്രോക്സിമേഷന്റെയും ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അപ്രോക്സിമേഷന്റെയും നിങ്ങൾ തന്നെ ഫോർമുല എഴുതാൻ നോക്കുക. എന്നിട്ട് പ്രോബ്ലംസിലോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Taylor's formula for the functions of 2 variables. 1 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് ടേലേഴ്സ് ഫോർമുല അറിയാം. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. എന്തായാലും അതിന്റെ പ്രൂഫൊന്നും തൽക്കാലം നമ്മുടെ സിലബസിലില്ല. ഫോർമുല കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സപ്പോസ് ദാറ്റ് f of xy with 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ് and its partial derivatives through order n+1 are continuous. അപ്പോൾ n+1 ഓർഡർ വരെയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഇൻ ആൻ ഓപ്പൺ റീജിയൻ ആർ സെന്റേർഡ് അറ്റ് ദ പോയിന്റ് AB. ഒരു 2 ഡയമെൻഷനിൽ ഒരു റീജിയൻ, ആ 2 ഡയമെൻഷനിൽ റീജിയന്റെ മിക്കവാറും നമ്മളെ കേസിലൊക്കെ ഒരു റെക്ടാങ്കുലർ റീജിയൻ ആയിരിക്കും. അതിലെവിടെയോ AB ഉണ്ട്. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് f of xy. ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ റീജിയൻ R. അങ്ങനെയാണെങ്കിൽ ഫോർ എനി പോയിന്റ് a+h b+k. അപ്പോൾ അടുത്ത ഏതോ ഒരു പോയിന്റ് ആണ് ഇത് a+h b+k. ആ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ്, സീരീസ് എക്സ്പാൻഷൻസ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ശരിക്കും ഈ ടൈലർ സീരീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സീരീസ് എക്സ്പാൻഷനിലെ n+1 ടൈം വരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളൂ. നോക്കൂ, f of a+h b+k is equal to f of ab പ്ലസ് നമ്മൾ ഇതേപോലെ തന്നെ 1 വേരിയബിളിന്റെ കേസിൽ എന്തായിരുന്നു ഫോർമുല? f of a+h is equal to f of a plus h into f dash of a plus h square by 2 factorial into f double dash of a plus h cube by 3 factorial into ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ f of a+h b+k is equal to f of ab plus h into f dash of a ക്ക് പകരം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് അറ്റ് ദ പോയിന്റ് a അല്ല, ഇവിടെ ab ആണ്. സോ h into fx plus k into fy at the point ab plus 1/2 factorial into h square സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇതിലെല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും വരും. fxx വരുന്നുണ്ട്, fxy വരുന്നുണ്ട്, fyy വരുന്നുണ്ട്. fxxന്റെ കൂടെ h സ്ക്വയർ വരും, fyyയുടെ കൂടെ k സ്ക്വയർ വരും, xyയുടെ കൂടെ
2hk. ഇപ്പോൾ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാം. Dou f by dou x, h into dou f by dou x plus k into dou f by dou y the whole square എന്ന് വേണമെങ്കിൽ എഴുതാം. അതേപോലെ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്നു. കൂടെയുള്ളത് എച്ച് ക്യൂബ് വരുന്നു, 3h² വരുന്നു, 3hk² വരുന്നു, k³ വരുന്നു. അപ്പോൾ ഡോ ബൈ എച്ച് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ദ ഹോൾ ക്യൂബ് 1/n factorial into h into dou by dou x plus k into dou by dou y the all raised to n of the function f at the point AB plus 1/n plus 1 factorial into h into dou by dou x plus k into dou by dou y the all raised to n plus 1 of f at the point a plus ch b plus ck. അത് എ ബിയും എ പ്ലസ് എച്ച് ബി പ്ലസ് കെ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എബൌട്ട് ദ പോയിന്റ് 0 0 ഇതേ എക്സ്പാൻഷൻ ഇങ്ങനെ മാറും. അപ്പോൾ 0 0 ആണ്. എയും ബിയും 0 0 ആയി എച്ചിനും കെയ്ക്കും പകരം എക്സ് വൈ എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എഫ് ഓഫ് 0 0 പ്ലസ് എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് കെ ഇൻറ്റു എഫ് വൈ അറ്റ് 0 0 പ്ലസ് എക്സ് സ്ക്വയർ എഫ് എക്സ് എക്സ് 2xy എഫ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എഫ് വൈ വൈ ഇൻറ്റു 1/2 ഫാക്ടോറിയൽ ഇങ്ങനെ പോകും. കൂടുതലും പ്രോബ്ലംസിൽ നമുക്ക് വേണ്ടി വരിക അബൌട്ട് ദ പോയിന്റ് 0 0 ആണ്. ഇനി അഥവാ അബൌട്ട് ദ പോയിന്റ് എ ബി ആണെങ്കിൽ നേരത്തെ ഫോർമുല ഉപയോഗിക്കുക. പക്ഷെ ആ നേരത്തെ ഫോർമുലയിലും ഞാൻ ആ എ പ്ലസ് എച്ച് ബി പ്ലസ് കെ എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റി എഴുതാണ്. അതായത് നേരത്തെ ഫോർമുലയിൽ എ പ്ലസ് എച്ച് ബി പ്ലസ് കെ എന്നുള്ളിടത്ത് എ പ്ലസ് എച്ചിന് എക്സ് എന്ന് കൊടുക്കുന്നു, ബി പ്ലസ് കെന് വൈ എന്ന് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എച്ച് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ വരണം, വൈ എന്നുള്ളത് വൈ മൈനസ് കെയും വരണം. ചെയ്യുന്നത് എ പ്ലസ് എച്ചിന് എക്സ് എന്ന് കൊടുക്കുന്നു, ബി പ്ലസ് കെന് വൈ എന്ന് കൊടുക്കുന്നു. സോ എക്സ് h is x minus a and k is y minus b. അപ്പോൾ ആ ഫോർമുലയിൽ ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം. നമുക്ക് വേണം ഈ രണ്ട് കേസും വേണം. അബൌട്ട് ദ പോയിന്റ് എ ബി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ബി. അത് എഫ് ഓഫ് എ ബി തന്നെയാണ്. അവിടെ എച്ച് ഉണ്ടായിരുന്നു, എച്ച് ഉള്ളിടത്ത് എക്സ് മൈനസ് എ ആയി. കെ ഉണ്ടായിരുന്നു, അവിടെ സ്ഥലത്ത് വൈ മൈനസ് ബി ആയി അറ്റ് ദ പോയിന്റ് എ ബി പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി അങ്ങോട്ടൊക്കെ എച്ച് ഉള്ള സ്ഥാനത്ത് എക്സ് മൈനസ് ഐ, കെ ഉള്ള സ്ഥാനത്ത് വൈ മൈനസ് ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ രണ്ട് കേസുകളും നമുക്ക് വേണം. ഇനി പറയാൻ പോകുന്നത് ടൈലേഴ്സ് പോളിനോമിയൽ അപ്രോക്സിമേഷൻസ് ആണ്. അതായത് ടൈലേഴ്സ് ഫോർമുല ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈലേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് ചില ഫങ്ഷൻസിനെ പോളിനോമിയൽസ് വെച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ ആ ഫോർമുലയിൽ ഫസ്റ്റ് 3 ടേംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് 3 ടേംസിൽ വേരിയബിൾസിൻ്റെ പവേഴ്സ് എക്സും വൈയും ഒക്കെ അല്ലേ, ഇപ്പോൾ 1 വരുന്നുള്ളൂ. ആദ്യത്തെ കോൺസ്റ്റൻ്റ് ആണ് ടേം എഫ് ഓഫ് 0 0 എഫ് ഓഫ് എ ബി ആയാലും. അടുത്ത ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്ന സമയത്ത് ഡിഗ്രി 1 വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പോളിനോമിയലിനെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈനെ ടൈലേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ആദ്യത്തെ 3 ടേംസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ദാറ്റ് അപ്രോക്സിമേഷൻ ആണ്. കാരണം ബാക്കിയുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അപ്രോക്സിമേഷനെ നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലീനിയറൈസേഷൻ എന്ന് വിളിക്കും. ലീനിയറൈസേഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലീനിയർ പോളിനോമിയൽ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ടൈലേഴ്സ് ഫോർമുല ഉപയോഗിക്കുകയാണ്. ആ കേസിൽ 4th ടേമിനെയാണ് നമ്മൾ എറർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ് ടു n ടേംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ nth ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. n+1th ടേം എന്തായാലും അതാണ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ്റെ അകത്ത് 4 ടേംസ് വരും, ആൻഡ് ക്യൂബിക് അപ്രോക്സിമേഷൻ്റെ അകത്ത് 5 ടേംസ് വരും.
ഏതൊക്കെ ഈ 4 ടേമും 5 ടേമും ഒക്കെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് എഴുതിയിട്ടുണ്ട്, നോക്കാം. എറർ ക്വസ്റ്റ്യനിൽ സാധാരണ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇനി ഹൈലൈറ്റ് ചെയ്തിട്ട് താഴോട്ട് എഴുതുന്നത്. ഒന്ന് ലീനിയറൈസേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ എക്സ്പാൻഷൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് വൈനെ നമ്മളൊരു ലീനിയർ പോളിനോമിയൽ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ 3 ടേംസേ വരുള്ളൂ. എബൌട്ട് ദ പോയിന്റ് 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ, എബൌട്ട് ദ പോയിന്റ് 0 ആണെങ്കിൽ L of xy is f of 0 plus x into fx plus y into fy മാത്രമേ വരുള്ളൂ. അപ്പോൾ എറർ ഇസ് ദ നെക്സ്റ്റ് ടേം ആണ് വരേണ്ടത്. പക്ഷെ ഞാൻ അതിനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ശരിക്കും എന്താ വരിക? നെക്സ്റ്റ് ടൈം ഇസ് 1/2 factorial into x square into fxx plus 2xy into fxy plus y square into fyy. ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 3 എണ്ണമുള്ളത്. ഇതിൻ്റെ മാക്സിമം വാല്യൂ m ആണെങ്കിൽ m/2 factorial into x square plus 2xy plus y square എന്ന് പറയും. ദാറ്റ് ഈസ് m/2 factorial into x plus y the whole square എന്ന് പറയും. മോഡുലസ് ഓഫ് എറർ ആണെങ്കിൽ ഇവിടെ മോഡുലസ് വരും. അതുകൊണ്ടാണ് ഈ ഫോർമുല എങ്ങനെ വന്നിരിക്കുന്നത്? എറർ ഓഫ് എക്സ് വൈയുടെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m/2 factorial into mod x plus mod y the whole square. ആരാ m is the maximum of second order linearization ആണ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് fxx, fxy, fyy in the given region. നമുക്ക് ഏതാണോ നേരത്തെ ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു, അതേപോലെ ആ റീജിയൻ്റെ അകത്ത് ഇവരുടെ മാക്സിമം വാല്യൂ. അതേപോലെ എബൌട്ട് ദ പോയിന്റ് എ ബി ആണെങ്കിൽ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. എഫ് ഓഫ് എ ബി ആയി എക്സ് ഉള്ളിടത്ത് എക്സ് മൈനസ് എ ആവും, വൈ ഉള്ളിടത്ത് വൈ മൈനസ് ബി ആവും. ആൻഡ് എറർ ഇതേ കാര്യം തന്നെ, എക്സ് ഉള്ളിടത്ത് എക്സ് മൈനസ് എ ആവും, വൈ ഉള്ളിടത്ത് വൈ മൈനസ് ബി ആവും. എം ഇസ് ദ മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് എക്സ് എക്സ്, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ആർ. അപ്പോൾ അടുത്ത കേസിലോട്ട് പോയാൽ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ. ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ്റെ അകത്ത് 4 ടേംസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു, എഫ് ഓഫ് എക്സ് വൈനെ നമുക്ക് എൽ ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. 4 ടേംസ് എഫ് ഓഫ് 0 എക്സ് ഇൻറ്റു എഫ് എക്സ്, വൈ ഇൻറ്റു എഫ് വൈ, 1/2 factorial ഇൻറ്റു സെക്കൻഡ് ഡിഗ്രി വരുന്ന ടേംസ് മൊത്തം. ഇത് മൊത്തം വരും. ഇനി എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഞാൻ പറഞ്ഞു ഫോർത്ത് ടൈം, അത് 1/3 factorial വരും. സോ m/3 factorial ഇൻറ്റു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ the whole cube വരും. m is the maximum of quadratic ആണ്. തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കുക. എഫ് എക്സ് എക്സ് എക്സ്, എക്സ് എക്സ് വൈ, എക്സ് വൈ വൈ, വൈ വൈ വൈ. ഇനി അതേപോലെ ക്യൂബിക് അപ്രോക്സിമേഷൻ ആണെങ്കിൽ 4 ടേംസ് വരും. കോൺസ്റ്റന്റ് ഡിഗ്രി 1 ഉള്ള, അതായത് എക്സും വൈ ഉള്ളത്, എക്സ് സ്ക്വയർ എക്സ് വൈ വൈ സ്ക്വയർ ഉള്ളത്, എക്സ് ക്യൂബ് വൈ ക്യൂബ്, ഈ ടേംസ് അതായത് തേർഡ് ഡിഗ്രി 3 ആയിട്ട് വരുന്ന കേസുകൾ, ഡിഗ്രി 2 ആയിട്ട് വരുന്ന കേസുകൾ, ഡിഗ്രി 1 ആയിട്ട് വരുന്ന കേസ്, ആൻഡ് 0 അപ്പോൾ എറർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 1/4 factorial ഇൻറ്റു കുറേ ടേംസ് ഉണ്ടാവും. അതിലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ മാക്സിമം വാല്യൂ എം ആണ്. എം പുറത്ത് വരും. ബാക്കി വരുന്നതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഓൾ റൈസ് ടു 4 എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ എററിൻ്റെ ഫോർമുല ഇങ്ങനെ വരുന്നത്. m/4 factorial ഇൻറ്റു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഓൾ റൈസ് ടു 4. വാട്ട് ഇസ് എം? എം ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഫോർത്ത് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതിൽ വരാൻ പോകുന്ന എഫ് എക്സ് 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 എക്സ്, 3x 1 വൈ, 2x 2 വൈ, 1x 3 വൈ, എക്സ് ഇല്ല, ഇനാർ. അപ്പോൾ ഈ 3 എണ്ണം, അതായത് ലീനിയറൈസേഷൻ, ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ, ക്യൂബിക് അപ്രോക്സിമേഷൻ, ആ ഫോർമുലാസ് കറക്റ്റ് നോക്കി വയ്ക്കുക. ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും. അതിന് മാത്രമൊന്നുമില്ല. ഇത് ഞാൻ എഴുതി എനിക്ക്
ബോർഡിൽ എഴുതാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അത് കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ലീനിയറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് വൈ പ്ലസ് എക്സ് കോസ് വൈ അറ്റ് ദ പോയിന്റ് 0, 0. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ ലീനിയർ പോളിനോമിയലായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. സോ ടൈലേഴ്സ് ഫോർമുല പ്രകാരം linear approximation is f of xy is equal to at origin ആണ്. So f of 0, 0 plus x into fx at 0, 0 plus y into fy at 0, 0. ഇതാണ് ലീനിയർ പോളിനോമിയൽ ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ വേണം. എഫ് ഓഫ് എക്സ് വൈ നമുക്കറിയാം 1 പ്ലസ് വൈ പ്ലസ് എക്സ് കോസ് വൈ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എഫ് ഓഫ് 0, 0 ആദ്യം കാണാം. 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന വാല്യൂ വരുന്നത്. കാരണം ബാക്കി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇത് എഫ് എക്സ് കോസ് വൈ മൂന്നാമത്തെ ടേം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. കോസ് വൈ കോൺസ്റ്റന്റ് പുറത്ത്. ശരി, എഫ് എക്സ് അറ്റ് 0, 0 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് 0യുടെ വാല്യൂ 1. നൗ എഫ് വൈ with respect to y ചെയ്യുമ്പോൾ 1 plus x into minus sin y വരും. പക്ഷേ എഫ് വൈ അറ്റ് 0, 0 വരുമ്പോൾ സൈൻ്റെ ടേം 0 ആയി ആകെ വരുന്നത് 1 ആയിരിക്കും. അപ്പോൾ എല്ലാ വാല്യൂം 1 ആണ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 plus x plus y ആണ്. സോ ദിസ് ഈസ് ദ ലീനിയർ അപ്രോക്സിമേഷൻ. ഇതിങ്ങനെ എല്ലാവരും നമുക്ക് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് 1 plus y plus x cos y എന്നുള്ളതിനെ ഒന്ന് കോസ് വൈനെ സീരീസ് എക്സ്പാൻഷൻ എഴുതിയാൽ എക്സ് ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ബൈ 2 എക്സെട്ര ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ബൈ 2. ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്തായി, ഡിഗ്രി കൂടുതലായി. ഡിഗ്രി 1 ഉള്ളതാകെ ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. സോ 1 പ്ലസ് വൈ പ്ലസ് എക്സസ് അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് നമ്മൾ ഉദ്ദേശിച്ച ലീനിയർ അപ്രോക്സിമേഷൻ. ഇനി വേണ്ടത് എററാണ്. അപ്പർ ബൗണ്ട് ഫോർ എറർ. നമ്മുടെ ഫോർമുല പ്രകാരം അപ്പർ ബൗണ്ട് ഫോർ എറേഴ്സ്, എററിന്റെ എറർ ഓഫ് എക്സ് വൈയുടെ മാക്സിമം വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ദ ഹോൾ സ്ക്വയർ വരും. നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ വേർ എം ഇസ് ദ maximum of second order partial derivatives, അതായത് fxx, fxy, fyy in നമുക്ക് തന്നിരിക്കുന്ന റീജിയനിലാണ്. നമ്മൾ തന്നിരിക്കുന്ന റീജിയൻ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ അപ്പർ ബൗണ്ട് for the error in this approximation over the rectangle mod x less than or equal to 2 mod y less than or equal to. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. So in mod x less than or equal to 2 അല്ല 0.2 and mod y less than or equal to 0.2. ശരി, അപ്പോൾ കാണാൻ കരയായിട്ടില്ല. m by 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇത് രണ്ടും 0.2 പ്ലസ് 0.2 ദ ഹോൾ സ്ക്വയർ ആണ്. എമ്മിൻ്റെ മാത്രമേ നോക്കാനുള്ളൂ. അതായത് ഈ എഫ് എക്സ് എക്സും എഫ് എക്സ് വൈയും എഫ് വൈ വൈയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം നോക്കിയാൽ മതി. സോ വാട്ട് ഇസ് എഫ് എക്സ് എക്സ് കോസ് വൈ അല്ലേ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയി. എഫ് എക്സ് വൈ ദാറ്റ് ഈസ് മൈനസ് സൈൻ വൈ. എഫ് വൈ വൈ, എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ 1 0 ആയി. സോ മൈനസ് എക്സ് കോസ് വൈ വരും. ഇതിന്റെ മാക്സിമം വാല്യൂ, ഇതിന്റെയൊക്കെ മാക്സിമം വാല്യൂ എഫ് എക്സ് എക്സ് എഫ് എക്സ് വൈ ഈ റീജിയണിൽ ഏറ്റവും മാക്സിമം വരാവുന്ന ഇത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് മാക്സിമം വാല്യൂ 1 അല്ലേ വരുള്ളൂ സൈൻ വൈയുടേത്. സോ മോഡുലസ് ഓഫ് എക്സ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. ഇതിന്റെയൊക്കെ മോഡുലസ് വേണേ. ആൻഡ് എഫ് വൈ വൈയുടെ മാക്സിമം വാല്യൂ വരാവുന്നത് മോഡ് എക്സ് ഇൻറ്റു മോഡ് കോസ് വൈ ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. മോഡ് എക്സിൻ്റെത് 0.2 ഇൻറ്റു ഇത് 1.
ശരി, ആദ്യത്തത് 1, ഇത് 0.2 ആണ്. ഇതിൽ രണ്ടിലും വലുതെന്ന് പറഞ്ഞാൽ 1 ആണ്. സോ m we can take it as 1. So this is 1/2 into 0.2 plus 0.2 is 0.4. 0.4 the square is 0.16 വരും. So less than or equal to 0.8. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ പെർസെൻറ്റേജ് എററും കൂടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Also express this upper bound as a percentage of f of 00. What is f of 00? f of 00 വാല്യൂ 1 ആണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് വേണ്ടത്. സോ പെർസെൻറ്റേജ് corresponding to f of 00. So നമുക്ക് കിട്ടാവുന്ന 0.8 divided by 1 into 100, that is 8%. Upper bound of error as percentage of f of 00 is equal to 0.8 divided by 1 into 100, that is 8%. നോക്കാം example 2. Find the quadratic approximation of f of xy. ഇവിടെ f of xy is x e raised to y ആണ്. When the quadratic approximation equal to f of 00 plus x into fx at the point 00 plus y into fy at the point 00 plus 1/2 factorial into x square into fxx at 00 plus 2xy into fxy at 00 plus y square into fyy at 00. ഇതായിരുന്നു ഫോർമുല പ്രകാരം. അപ്പോൾ അതിൽ നമുക്ക് കുറേ ആളുകളെ വേണ്ടതുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം f of xy is x e raised to y. അങ്ങനെയാണെങ്കിൽ f of 00 is equal to 0. Now fx വരുമ്പോൾ e raised to y കോൺസ്റ്റന്റ് പുറത്ത് xന്റെ ഡെറിവേറ്റീവ് x ആണ്. So fx at 00 e raised to 0 1 ആയി. Now fy വരുമ്പോൾ x കോൺസ്റ്റന്റ് പുറത്ത് e raised to y e raised to y. So fy at 00 is substitute ചെയ്യുമ്പോൾ 0 ആണ്. ഇനി നമുക്ക് വേണം fxx എന്ന് പറയുമ്പോൾ 0 ആയി വരിക. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് fx e raised to y. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to y. സോ fxy at 00 അത് 1 ആ വരിക. ദെൻ fyy is again x constant പുറത്ത് e raised to y to the y. So fyy at 00 അതും 0 ആണ് വരിക. ഓക്കെ, ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f of 00 is 0 plus x into അവിടെ ഒരു x വരും. ബിക്കോസ് fx at 00 1 ആണ്. പ്ലസ് y ഇല്ല, 0 ആയി. Plus 1/2 factorial into fxx 0 ആണ്. So 0 plus 2xy into fxy is 1 plus y square into fyy is 0. അപ്പോൾ അതൊക്കെ പോയി. സോ ആകെ ബാക്കി വരാവുന്നത് x plus xy. So this is the quadratic polynomial approximation of the function f of xy nearby the point 00. 00യുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ഏകദേശം ഈ ഫംഗ്ഷൻ ഇതാണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷെ അല്ലാതെ നമുക്കറിയാം, അത് നമ്മൾ നോക്കണമല്ലോ, ഇത് കറക്റ്റ് ആണെന്നുള്ളത് നോക്കാം. കാരണം x e raised to y എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x into 1 plus y by 1 factorial plus y square by 2 factorial plus etc. എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus xy എന്ന് വരും. പ്ലസ് എക്സ് വൈ സ്ക്വയർ എക്സെട്ര ടേംസ് വരും. ഇവിടെ ഒരു y2 ഉണ്ട്. ഇതൊക്കെ ഡിഗ്രി 2വിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഡിഗ്രി 2 ആയിട്ടുള്ള ഇവിടെ പോളിനോമിയലായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്ന x plus xy എന്നാണ്. അതാണ് നമ്മൾ
ഈ ഫോർമുല പ്രകാരവും കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എറർ കാൽക്കുലേഷൻ ആണ്. സോ മോഡുലസ് ഓഫ് എറർ, absolute value of error എന്നുള്ളത് is less than or is equal to m into m by 3 factorial into mod x plus mod y the whole cube. നമ്മൾ quadratic approximation ആണെങ്കിൽ എററിന്റെ മാക്സിമം വാല്യൂ is less than or equal to m by 3 factorial into mod x plus mod y the whole cube. അതിൽ mod x ന്റെ mod y ന്റെയും മാക്സിമം വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ the next third degree term ന്റെ മാക്സിമം വാല്യൂ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി. ആ രീതിയിലും വേണമെങ്കിൽ കാണാം. എളുപ്പം എങ്ങനെയാണ്, where m is the maximum of third degree third order partial derivatives, so fxxx, fxxy, then fxyy and fyyy എവിടെയാ, in the given region, in the given rectangle ഇവിടെ തന്നിരിക്കുന്നത് mod x less than or equal to 0.1 and mod y less than or equal to 0.1 ആണ്. ശരി, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ എമ്മിൻ്റെ വാല്യൂ ആദ്യം കാണണം, എന്നാൽ ബാക്കി കാര്യങ്ങൾ ഓക്കെ. എമ്മിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ fxx വേണം, fxxx വേണം. fxx 0 ആണ്, സോ ഇതും 0 ആണ്. now fxxy വേണം, fxx 0 ആണ്, അത് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്താലും 0 ആണ്, അത് രണ്ടും 0 ആയി. now fxyy വേണം, അപ്പോൾ fxyനെ ഒന്നും കൂടെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. fxy e raised to y ആണ്, അപ്പോൾ അതിനെ ഒന്നും കൂടെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക e raised to y എന്ന് കിട്ടുക. e raised to y. now fyy നമുക്കറിയാം, അതായത് x e raised to y, അപ്പോൾ അതിനൊന്നും കൂടെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. so x കോൺസ്റ്റന്റ്, so x e raised to y. ഇനി ഈ റീജിയണിൽ മാക്സിമം വാല്യൂസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും മാക്സിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.1 അല്ലേ, സോ fxyy is less than or equal to e raised to 0.1. അതേപോലെ fyy ബാക്കി രണ്ടും 0 ആണ്, is less than or equal to 0.1 into e raised to 0.1. അതിൽ വലുതായതാ e raised to 0.1 വീണ്ടും 0.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതാവില്ല ചെയ്യുക. സോ ദിസ് ഇസ് ദ ബിഗ് വൺ, അല്ലെങ്കിൽ ദിസ് ഇസ് മാക്സിമം വാല്യൂ. സോ m ആയിട്ട് നമ്മൾ എടുക്കുന്നത് e raised to 0.1 ആണ്. സോ എറർ ഇസ് ലെസ് than or equal to e raised to 0.1 divided by 6 into mod x ന്റെ മാക്സിമം 0.1 plus 0.1 the whole cube. 0.00147. Okay, അടുത്ത എക്സാമ്പിൾ using Taylor's formula, find a cubic approximation of f of xy is equal to sin x sin y near the origin. നമുക്ക് എന്തായാലും ഇവിടെ കുറേ വാല്യൂസ് കണ്ടുവരും. f of xy അറിയാം, sin x sin y, f of 0 0 near the origin ആവേണ്ട, so f of 0 0 is clearly 0. നമ്മൾ ഫോർമുല പ്രകാരം ക്യൂബിക് അപ്രോക്സിമേഷൻ ഫോർമുല f of xy is equal to near origin ആണ്, so f of 0 0 plus x into fx at 0 0 plus y into fy at 0 0, so plus 1 by 2 factorial into x square fxx at 0 0 plus 2xy into fxy at 0 0 plus y square into fyy at 0 0 plus 1 by 3 factorial into
x cube into fxxx at 0, 0 plus 3x square y into fxxy at 0, 0 plus 3xy square into fxyy at 0, 0 plus y cube into fyy at 0. അപ്പോൾ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. ശരി, അപ്പോൾ ഓരോന്ന് നോക്കാം. ആദ്യം fx നോക്കുമ്പോൾ sin y കോൺസ്റ്റന്റ് ഇൻറ്റു cos x. സോ fx at 0, 0 sin 0, 0 ആയി. fy, so sin x constant into cos y. Again fy at 0, 0 അതും 0 ആയി. Now fxനെ വീണ്ടും with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. So sin y into minus sin x. fxx at 0, 0 sin ഉണ്ടെങ്കിൽ 0 ആയി, നോക്കാനില്ല. So fyനെ വീണ്ടും with respect to y ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. So sin y ഉള്ളത് sin x പുറത്ത്, cos y ഉള്ളത് മൈനസ് sin y, അതും 0 ആയി. Now fxന് with respect to y, അപ്പോൾ cos x പുറത്ത്, sin y ഉള്ളത് cos y, അത് വാല്യൂ മാറും. സോ fxy at 0, 0 is equal to 1. ആദ്യമായ ഒരു വാല്യൂ കിട്ടിയിരിക്കുകയാണ്, ബാക്കിയൊക്കെ 0 ആണ്. ഇനി fxx അതിൻ്റെ അകത്ത് sin fxxനെ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ sin y പുറത്ത് ഇൻറ്റു മൈനസ് sin എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos x ആയി. അതുകൊണ്ടൊന്നും കാര്യമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും എന്തായി, 0 ആയി. 0 equal to 0. Then ഇനി വേണ്ടത് fxxy ആണ്. fxx നമുക്കറിയാം, അതിന് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. മൈനസ് sin x ഇൻറ്റു cos y. അഗെയിൻ സൈൻ ഉണ്ട്, നോക്കാനില്ല, വാല്യൂ അവിടെ വരും 0 തന്നെ. സോ fxxy at 0, 0യും 0 ആണ്. Then ഇനി വേണ്ടത് fxyy ആണ്. fxyനെ വിത്ത് റെസ്പെക്ട് ടു y. So cos x into minus sin y. Again sin വന്നു 0 ആയി. ഇനി വേണ്ടത് fyy ആണ്. fyy എവിടെ ഉണ്ടല്ലോ, ഓക്കെ, sin x into minus sin y, അതിന് വിത്ത് റെസ്പെക്ട് ടു y. സോ sin x into മൈനസ് cos y എന്ന് വരും. again അതിൻ്റെ വാല്യൂവും 0 ആണ്, കാരണം എല്ലാത്തിലും സൈൻ വന്നു കഴിഞ്ഞാൽ 0 ആയി. ആകെ അവിടെ 2 മറ്റോ ബാക്കി വന്നിട്ടുള്ളൂ. സോ നമുക്ക് കിട്ടുക ഏതൊക്കെയാണ് ബാക്കി വന്നത് വരുള്ളൂ, ഇതിൻ്റെ ഒരു 1/2 ഫാക്ടോറിയലുണ്ട്. സോ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്നത് xy. സോ ദിസ് ഇസ് ദ quadratic approximation. ഇനി നമുക്ക് കണ്ട എററാണ്. സോ എററിൻ്റെ മാക്സിമം വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m/4 ഫാക്ടോറിയൽ ഇൻറ്റു mod x plus mod y the all raised to 4 വരും, where m is maximum of m is the maximum of 4th order partial derivatives. So fxxx, fxxxy, fxxyy, fxyyyy and fyyyy. അപ്പോൾ ഇതൊക്കെ ഓരോന്നും നമ്മൾ കണ്ടുവരും. ഇൻ ദ റെക്ടാങ്കിൾ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1, mod y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ടെണ്ണം റീജിയൻ. ശരി, അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടു നോക്കണം. സൈൻ എക്സും കോസ് വൈയും ഒക്കെ ആയതുകൊണ്ട് എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ 1 വരുള്ളൂ, ഏത് റീജിയൻ ആയാലും. അപ്പോൾ ഇവിടെ
എമ്മിൻ്റെ വാല്യൂ 1 എന്ന് എടുക്കാം. സോ 1/24 ഇൻറ്റു 0.1 plus 0.1 the all raised to 4i. So that is less than or equal to 1/24 into 0.2, 0.2 the all raised to 4i. So that is less than or equal to 0.00007. ഇതായിരിക്കും ദ മാക്സിമം എറർ ഈ കേസിൽ വരാറ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. 0.00 അല്ല, അറ്റ് 0π/2 ആണ്. സോ ലീനിയറൈസേഷൻ ഫോർമുല f of xy is equal to f of 0π/2 plus x into അല്ല x minus 0 into fx at the point 0π/2 plus y into അല്ല y minus the point is 0π/2 ആണ്. So y minus π/2 into fy at the point 0π/2. അപ്പോൾ നമുക്കിവിടെ ഇനി ആ വാല്യൂസ് ഒക്കെ കാണണം. f of xy is e raised to x cos y, fx cos y പുറത്ത് e raised to x, fy വരുമ്പോൾ e raised to x പുറത്ത് minus sin y. ഇതിൻ്റെയൊക്കെ വാല്യൂസ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് കാണാം. സോ എഫ് ഓഫ് 0,π/2 എക്സിന് 0 എന്ന് കൊടുക്കാം. അപ്പോൾ e raised to 0 1 ആയി. cos π/2 0, അപ്പോൾ അത് പോയി. fx at the point 0π/2 ചെയ്യുമ്പോൾ എക്സിന് 0 എന്ന് കൊടുത്താൽ e raised to 0 1 ആയി. cos π/2 0 ആയി. Now fy at the point 0π/2 x ന് 0 കൊടുത്തു, e raised to 0 1 ആയി. sin π/2 1, so -1. അവിടെ ആകെ ഒരൊറ്റ വാല്യൂ അതേ വന്നിട്ടുള്ളൂ, -1. അപ്പോൾ ആദ്യത്തെ 0 ആയി. പ്ലസ് x - 0 is x ഇൻറ്റു അത് 0 ആണ്, പ്ലസ് y - π/2 ഇൻറ്റു fy at 0π/2 that is -1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ π/2 മൈനസ് y എന്ന് വരും. നമുക്ക് ലീനിയറൈസേഷൻ്റെ 2 വേരിയബിളിൽ നിന്ന് 3 വേരിയബിളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. 3 വേരിയബിളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു ബൈ ഡിഗ്രി 1 ആയിട്ടുള്ള ടേംസ് അല്ലേ വരുള്ളൂ. എഫ് ഓഫ് 0,0,0 എക്സ് എഫ് എക്സ് വൈ എഫ് വൈ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ 2 വേരിയബിളിൽ. ഇപ്പോൾ ഇവിടെ സെഡ് എഫ് സെഡും കൂടെ വന്നു. ബാക്കിയുള്ളത് എഫ് ഓഫ് 0,0 പ്ലസ് എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈ പ്ലസ് സെഡ് എഫ് സെഡ്. ഇതാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. And error is less than or equal to m/2 factorial into mod x plus mod y ആയിരുന്നു. ഇവിടെ mod x plus mod y plus mod z the whole square ആയി. And m is the maximum of second order partial derivatives. അവിടെ വെറും ഏതേ ഉണ്ടായിരുന്നുള്ളൂ, എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ. ഇവിടെ ഏതും കൂടെ വരും, സെഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എഫ് സെഡ് സെഡ് വന്നു, വൈ സെഡ് വരും, എക്സ് സെഡ് വരും തന്നിരിക്കുന്ന റീജിയനിൽ. ഇതേപോലെ അറ്റ് ദ പോയിന്റ് എ ബി സി ആണെങ്കിൽ 0,0,0 ഉള്ളത് മാറ്റി എ ബി സി ആവും, എക്സ് ഉള്ളത് മാറ്റി എക്സ് മൈനസ് എ ആവും, വൈ ഉള്ളത് മാറ്റി വൈ മൈനസ് ബി ആവും, സെഡ് ഉള്ളത് മാറ്റി സെഡ് മൈനസ് സി ആവും. അങ്ങനെ വരുമ്പോൾ എററിൻ്റെ അകത്തും m/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഉള്ളത് മാറി എക്സ് മൈനസ് എ ആവും, വൈ ഉള്ളത് മാറി വൈ മൈനസ് ബി ആവും, സെഡ് ഉള്ളത് മാറി സെഡ് മൈനസ് സി ആവും. ആൻഡ് m is the maximum of second order partial derivatives. ഈ ആറാണ് ഇൻ ദ ഗിവൺ റീജിയൻ. ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലീനിയറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. സോ 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഒറിജിനൽ അല്ല, അറ്റ് ദ പോയിന്റ് 1, 1, 2 ആണ്.
So linearization formula പ്രകാരം of f of x y z, അതായത് f of x y z നമ്മൾ ഒരു ലീനിയർ പോളിനോമിയൽ വെച്ച് റീപ്ലേസ് ചെയ്യണം. അതിനെ L എന്നും വിളിക്കാറുണ്ട്. is equal to f of 112 plus x minus 1 into fx at the point 112, അതാണ് നമ്മുടെ ഫോർമുല, plus y minus 1 into fy at the point 112 plus z minus 2 into fz at the point 112. This is the linearization. അപ്പോൾ അതിന് ഓരോ വാല്യൂസ് വേണ്ടി വരും. സോ f of x y z is xz minus 3yz plus 2 ആണ്. So fx is z, what is that? So fx at 112 is 2. Fy is minus 3z. So fy at 112 is minus 6. Fz is x minus 3y എന്ന് കിട്ടും. So fz at 112 is x1 y1, so minus 2. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ f of 112 നോക്കണമായിരുന്നു, അത് വിട്ടുപോയി. So f of 112 is equal to x1 y1 z2. So 2 minus 6 plus 2, that is minus 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് minus 2 plus x minus 1 into 2 plus y minus 1 into minus x plus z minus 2 into minus 2. So 2x minus 6y minus 2z, and the constant term വരിക ആദ്യം ഒരു minus 2, പിന്നെ ഒരു minus 2, so minus 4, പിന്നെ ഒരു plus x, so 2, പിന്നെ ഒരു plus 4, so total plus 6. ഇതാണ് ലീനിയറൈസേഷൻ. ഒരു ലീനിയർ പോളിനോമിയൽ വെച്ച് നമ്മൾ ആ എഫിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. സോ ടെക്സ്റ്റിലൊക്കെ കൊടുക്കുന്ന നൊട്ടേഷൻ L ആണ്. അത് എഫിനെ L വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററിൻ്റെ അപ്പർ ബൗണ്ടാണ് നെക്സ്റ്റിന് വേണ്ടത്. ഓക്കെ, സോ എറർ ഓഫ് എക്സ് വൈയുടെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m by linearization ആവുന്ന സമയത്ത് m by 2 ഫാക്ടോറിയൽ ഇൻറ്റു മോഡ്, ഇവിടെ 0.1 ആ, സോ മോഡ് x minus 1 പ്ലസ് മോഡ് y minus 1 പ്ലസ് മോഡ് z minus 2 ആണ്. 2 ആണ് the third point, the square, where m is maximum of modulus of the second order partial derivatives, so fxx, fxy, fxx, fyy, fzz, fxy, fyz, fxz, fxx, fxz ആണ് 0 ആയി. അങ്ങനെ വരുമ്പോൾ എഫ് എക്സ് വൈയും 0 ആയില്ലേ, എഫ് എക്സ് സെഡ് 1 ആയില്ലേ, എഫ് വൈ വൈ അത് 0 ആയില്ലേ. പിന്നെ എഫ് വൈ എന്ന് പറഞ്ഞാൽ -3z ആണ്. സോ എഫ് വൈ വൈ 0. എഫ് വൈ എക്സ് ചോദിച്ചിട്ടില്ല, ഓൾറെഡി എഫ് എക്സ് വൈക്ക് ഈക്വൽ ആണ്. എഫ് വൈ സെഡ്, എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ -3.
ഇനി അടുത്ത വേണ്ടത് എഫ് സെഡ് സെഡ്, അതും 0 ആണ്. അപ്പോൾ എഫ് മോഡുലസിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3 അല്ലേ വരിക. സോ എം ഈസ് ഈക്വൽ ടു 3. So error is less than or equal to 3/2 into mod x minus 1 square plus region തന്നിരിക്കുന്നത് ഒന്നും കൂടെ നോക്കാം. നമുക്ക് mod x minus 1 less than or equal to 0.01, mod y minus 1 less than or equal to 0.01, mod z minus 2 less than or equal to 0.02. ആ ഏരിയയിലാണ് നമുക്ക് വേണ്ടത്. മാക്സിമം ഓഫ് ഈ പറഞ്ഞ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ദാറ്റ് റീജിയൺ എന്നും കൂടെ വേണമായിരുന്നു. ഞാൻ തൽക്കാലം ഇൻ ഗിവൺ റീജിയൺ എന്ന് എഴുതുന്നു. അത് നോക്കിയപ്പോൾ എല്ലാം കോൺസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ മോഡുലസിൻ്റെ മാക്സിമം ഇസ് 3. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ആ വാല്യൂസ് മോഡ് 0.01, 0.01, 0.02. ഓക്കെ, അപ്പോൾ ഇവിടെ 0.01 plus 0.01 plus 0.02 the square. So that is less than or equal to 3/2 into ഇത് 0.0024. ഇതാണ് അപ്പർ ബൗണ്ട് ഫോർ ദി എറർ. അടുത്ത അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും അതുപോലെയുള്ളത് നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. 2 ടൈപ്പും, അതായത് ടൈലേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് ക്യൂബിക് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻസ് കാണാനും, അതുപോലെ ലീനിയറൈസേഷൻ 2 വേരിയബിളിൻ്റെ കേസിലായാലും 3 വേരിയബിളിൻ്റെ കേസിലായാലും എബൌട്ട് ഒറിജിൻ ആയാലും എബൌട്ട് എ പോയിൻ്റ് ആയാലും ചോദിക്കാറുണ്ട്.